നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 27-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ഇന്ന് കടുത്ത ചൂടിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജാഗ്രത വേണമെന്ന് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകളൊക്കെ തന്നെ എടുത്തുകൊണ്ട് മാത്രം പുറത്തിറങ്ങുക. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കൊല്ലത്തും ഉയർന്ന താപനില രേഖപ്പെടുത്തും. കോട്ടയം, പത്തനംതിട്ട, തൃശ്ശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലൊക്കെ തന്നെ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, അതുപോലെ തന്നെ ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും താപനില. വേനൽ കടുത്തതോടെ വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. അടിയന്തര സാഹചര്യം പരിഗണിച്ചാണ് ഈ ഒരു നടപടി. പരമാവധി 250 മെഗാവാട്ട് വരെ വൈദ്യുതി വാങ്ങാം. യൂണിറ്റിന് 10 രൂപയിൽ താഴെയായിരിക്കണം വില. മെയ് 15 വരെയാണ് ഇതിനായിട്ട് സമയപരിധി നൽകിയിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 2026-27 സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കമായ ഏപ്രിൽ മാസം അവസാനിക്കുകയാണ്. ഇപ്പോൾ മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിങ് മേഖലയിൽ, അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വരുന്നത്. പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും സ്വർണ്ണപ്പണയ വായ്പകളുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് RBI വരുത്തിയിരിക്കുന്നത്. ചെറിയ തുകയുടെ വായ്പകൾക്ക്, അതായത് ഏകദേശം 2.5 ലക്ഷം രൂപ വരെ സ്വർണ്ണത്തിൻ്റെ മൂല്യത്തിൻ്റെ 85% വരെ ഇപ്പോൾ വായ്പ ലഭിക്കും. കൂടാതെ വായ്പ തിരിച്ചടച്ചാൽ 7 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ പണയം വെച്ച സ്വർണം തിരികെ നൽകണമെന്നും RBI കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹന, ഭവന വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് RBIയുടെ ധനനയ അവലോകന യോഗത്തിലൊക്കെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത്. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താത്തതിനാൽ തന്നെ പലിശ നിരക്കുകളിൽ നിലവിൽ വർധനവുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ EMI തുകയിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോകാൻ വായ്പക്കാർക്ക് സാധിക്കുകയും ചെയ്യും. ഇതിന് പുറമെയായിട്ട് ഫ്ലോട്ടിംഗ് പലിശ നിരക്കിലുള്ള വായ്പകൾ അതിൻ്റെ കാലാവധിക്ക് മുൻപേ അടച്ചു തീർക്കുന്നവർക്ക് ഏപ്രിൽ 1 മുതൽ പ്രീ പേയ്മെൻറ്റ് പെനാൽറ്റി ഒഴിവാക്കിയതും വലിയൊരു മാറ്റമാണ്. ഡിജിറ്റൽ ഇടപാടുകളൊക്കെ തന്നെ നടത്തുന്നവർ മെയ് മാസം മുതൽ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ തീർച്ചയായിട്ടും അത് പോലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പൈപ്പ് ലൈൻ വഴി പ്രകൃതിവാതക കണക്ഷൻ PNG ലഭിച്ചവർ പുതിയ LPG കണക്ഷൻ എടുക്കാനോ നിലവിലുള്ള സിലിണ്ടറുകളൊക്കെ തന്നെ റീഫില്ല് ചെയ്യാനോ പാടില്ലെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ്. PNG കണക്ഷൻ ഉള്ളവർ തങ്ങളുടെ കൈവശമുള്ള LPG കണക്ഷനുകൾ അത് 15 ദിവസത്തിനകം തന്നെ തിരികെ നൽകേണ്ടതാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി തന്നെ LPG വിതരണത്തിന് ചില നിയന്ത്രണങ്ങളൊക്കെ തന്നെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. LPG കണക്ഷൻ സറണ്ടർ ചെയ്യുന്നതിനായിട്ട് PNGD.in എന്ന വെബ് പോർട്ടൽ ഉപയോഗിക്കുകയോ ബന്ധപ്പെട്ട LPG ഡിസ്ട്രിബ്യൂട്ടറെ നേരിട്ട് അറിയുകയോ ചെയ്യാമെന്നും കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഗാർഹിക സിലിണ്ടറുകളിൽ നിന്ന് വാതകം അത് വാണിജ്യ സിലിണ്ടറുകളിലേക്ക് മാറ്റി നിറച്ച് വലിയ വിലയ്ക്ക് വിൽക്കുന്നത് പലയിടങ്ങളിലും ഇപ്പോൾ പതിവായിട്ടുണ്ട്. ഇതുമൂലം വീടുകളിലേക്ക് ഗ്യാസ് കൃത്യസമയത്ത് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും കരിഞ്ചന്തയിൽ കൊള്ളവില ഈടാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഇത്തരത്തിൽ വിതരണക്കാർ നടത്തുന്ന തട്ടിപ്പുകൾ പല വിധത്തിലാണ്. 4 സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്ന ആൾക്ക് 1 മാത്രം നൽകിക്കൊണ്ട് ബാക്കിയുള്ളവയിലെ ഗ്യാസ് വാണിജ്യ സിലിണ്ടറുകളിലേക്ക് മാറ്റുന്നതായിട്ടും 19 കിലോ വേണ്ട വാണിജ്യ സിലിണ്ടറുകളിൽ 14 മുതൽ 15 കിലോ മാത്രം നിറച്ച് അത് വിൽക്കുന്നതായിട്ട് പരാതികളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതിനാൽ തന്നെ ഉപഭോക്താക്കൾ സിലിണ്ടർ വാങ്ങുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ തൂക്കം നോക്കി വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ തന്നെ ഇത്തരം സിലിണ്ടറുകളുടെ ഡെലിവറി ചാർജിൻ്റെ കാര്യത്തിലും ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പകൽ കൊള്ള നടക്കുന്നുണ്ട്. നിയമപ്രകാരം 5 കിലോമീറ്റർ ദൂരത്തിന് ശേഷം മാത്രമേ ഡെലിവറി ചാർജ് നൽകേണ്ടതുള്ളൂ. സാധാരണയായിട്ട് 20 രൂപ മുതൽ പരമാവധി 60 രൂപ വരെയാണ് ഈടാക്കേണ്ടതെങ്കിലും പല ഏജൻസികളും 100 മുതൽ 200 രൂപ വരെയൊക്കെ വാങ്ങുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്.
ഗ്യാസ് വിതരണത്തിലെ ഇത്തരം അഴിമതികളും പകൽ കൊള്ളയും ഒക്കെ തന്നെ അതിനൊക്കെ തടയിടാനായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക പരാതി നമ്പറുകളൊക്കെ തന്നെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമിത ഡെലിവറി ചാർജ് ആവശ്യപ്പെടുകയോ ഗ്യാസ് വിതരണം നിഷേധിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഉപഭോക്താക്കൾക്ക് ഈ നമ്പറുകളിലൊക്കെ തന്നെ വിളിച്ചുകൊണ്ട് പരാതിപ്പെടാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായിട്ടുള്ള വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവരിൽ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകൾ എത്രയും വേഗം തന്നെ അത് പൂർത്തിയാക്കേണ്ടതാണ്. ജൂൺ മാസം 30-ാം തീയതി വരെയാണ് ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനായിട്ട് സമയമുള്ളതെങ്കിലും അവസാന നിമിഷം വരെ നിങ്ങൾ കാത്തിരിക്കാതെ എത്രയും വേഗം തന്നെ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൂടി ചേർത്ത് അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസുകളിൽ ഇവ കൃത്യമായിട്ട് സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജൂൺ മാസം 30-നകം തന്നെ നടപടികൾ പൂർത്തിയാക്കാത്തവർക്ക് ജൂലൈ മാസം മുതൽ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല. നിലവിൽ 2000 രൂപയായിട്ടുള്ള പെൻഷൻ തുക അത് വരും കാലങ്ങളിൽ വർദ്ധിപ്പിക്കുമെന്ന് വിവിധ മുന്നണികൾ ഇപ്പോൾ ഇതിനോടകം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മുടങ്ങാതിരിക്കാൻ അത് വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ഏൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ 1000 രൂപ ഗഡു വിതരണത്തിനായിട്ട് ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഗുണഭോക്താക്കൾ. വിഷുവിന് മുൻപ് മറ്റ് ക്ഷേമ പദ്ധതികളുടെയൊക്കെ തന്നെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തെങ്കിലും സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ വിതരണം ഉണ്ടായില്ല. ഈ ആഴ്ച അതിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ഇപ്പോൾ 2 മാസത്തെ റേഷൻ വിഹിതം ഒരുമിച്ചാണ് സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മാസത്തെ വിഹിതത്തോടൊപ്പം തന്നെ മെയ് മാസത്തെ വിഹിതം കൂടി ഇപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. ആഗോളതലത്തിലെ ഇന്ധന പ്രതിസന്ധിയും യുദ്ധ സാഹചര്യങ്ങളും ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഒരു കരുതൽ ശേഖരം ഉറപ്പാക്കാനായിട്ടാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരം സർക്കാർ ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ മാസം അതായത് ഏപ്രിൽ മെയ് വിഹിതങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ആഴ്ച കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തെ വിഹിതം കൈപ്പറ്റാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടമാകും എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കേണ്ടതാണ്. 2 മാസത്തെയും വിഹിതം ഒരുമിച്ച് വാങ്ങണമെന്ന് നിർബന്ധമില്ല. ഗുണഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഏപ്രിൽ മാസത്തേത് ഇപ്പോഴും മെയ് മാസത്തേത് വേണമെങ്കിൽ അടുത്ത മാസവും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. എങ്കിലും 2 ഗഡുക്കളും അത് ഒരുമിച്ച് വാങ്ങുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനകരമായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഞായറാഴ്ച ഏപ്രിൽ 26-ാം തീയതി 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 14,120 രൂപയാണ്. ഒരു പവന് 1,12,960 രൂപയാണ് വിപണി വില. ശനിയാഴ്ചയും സ്വർണ്ണവില ഉയർന്നിരുന്നില്ല. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.